നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ലോക്സഭാ ഇലക്ഷന് വയനാട്ടിൽ ജയിക്കാൻ രാഹുൽ ഗാന്ധി ഇനി വിയർക്കും. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ പോരാട്ടത്തിന് BJP രംഗത്തിറങ്ങിയിരിക്കുന്നത് സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ K. സുരേന്ദ്രനെയാണ്. BJP കേരളത്തിൽ അവശേഷിച്ച 4 സീറ്റുകളിലടക്കം 11 മണ്ഡലങ്ങളിലെ 5ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി കഴിഞ്ഞു. ഇതോടെ കേരളത്തിലെ 3 മുന്നണികളുടെയും എല്ലാ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി പ്രചരണം കൂടുതൽ സജീവവും ശക്തവുമാകും. രാഹുൽ ഗാന്ധിക്കെതിരെ മുതിർന്ന നേതാവ് തന്നെ സ്ഥാനാർത്ഥിയാകണമെന്നും എന്ന നിർദ്ദേശം ഉയർന്നു വന്നതോടുകൂടിയാണ് സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാകുന്നത്. ഇത്തവണ മത്സരിക്കാനില്ല, BJPക്ക് വേണ്ടി പ്രവർത്തിക്കാൻ മാത്രമേ ഉണ്ടാകൂ എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നു K. സുരേന്ദ്രൻ. പക്ഷേ ഇപ്പോൾ സ്ഥാനാർത്ഥിയായി നിൽക്കണമെന്ന നേതൃത്വത്തിന്റെ തീരുമാനത്തോട് യോജിക്കുകയാണ് അദ്ദേഹം. BJPക്ക് 8% മാത്രം വോട്ടുകളുള്ള ലോക്സഭാ മണ്ഡലത്തിലാണ് K. സുരേന്ദ്രൻ മത്സരിക്കുകയെന്നത് എടുത്തു പറയേണ്ട പ്രത്യേകതയാണ്. P. അബ്ദുള്ളക്കുട്ടി, സന്ദീപ് വാര്യർ, CK ജാനു തുടങ്ങിയ പേരുകളും വയനാട്ടിലേക്ക് പരിഗണിച്ചിരുന്നുവെങ്കിലും ഏറെ ചർച്ചകൾക്കൊടുവിലാണ് K. സുരേന്ദ്രന്റെ പേര് വരുന്നത്. വയനാട്ടിൽ സുരേന്ദ്രന്റെ സാന്നിധ്യം തിരഞ്ഞെടുപ്പിനെ ഗൗരവകരമായിട്ടാണ് കാണുന്നതെന്ന പ്രതീതി കേരളത്തിലും പുറത്തും സൃഷ്ടിക്കുകയെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. മുഴുവൻ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരുന്നില്ല എങ്കിലും BJP നേരത്തെ തന്നെ പ്രചരണ പരിപാടികൾ ആരംഭിച്ചിരുന്നു. ലോക്സഭയിലേക്ക് കാസർഗോഡ് മണ്ഡലത്തിൽ നിന്ന് 2 തവണയും നിയമസഭയിലേക്ക് മഞ്ചേശ്വരത്തു നിന്നും 2 തവണയും മത്സരിച്ച സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് 89 വോട്ടിനാണ് പരാജയപ്പെട്ടത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മണ്ഡലത്തിൽ മത്സരിച്ചത് 3 ലക്ഷത്തോളം വോട്ട് പിടിച്ച് ജനങ്ങൾക്കിടയിൽ പാർട്ടിയുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ സുരേന്ദ്രന് കഴിഞ്ഞിട്ടുണ്ട്. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ കോന്നി മണ്ഡലത്തിൽ മത്സരിച്ച് 40,000-ഓളം വോട്ട് പിടിച്ചതും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം, കോന്നി മണ്ഡലങ്ങളിൽ മത്സരിച്ച് മഞ്ചേശ്വരത്ത് 67,000-ഓളം വോട്ട് പിടിക്കുകയും ചെയ്ത നേട്ടങ്ങൾ K. സുരേന്ദ്രനുണ്ട്. അതേസമയം തിരഞ്ഞെടുപ്പിൽ BJPയുടെ പ്രചരണം അവലോകനം ചെയ്യാൻ BJP ഉന്നത നേതാക്കൾ ഡൽഹിയിൽ യോഗം ചേർന്നിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ചേർന്ന യോഗത്തിൽ കേന്ദ്രമന്ത്രി അമിത് ഷായും ദേശീയ അധ്യക്ഷൻ JP നഡ്ഡയും പങ്കെടുത്തു. 4ാം ഘട്ട പട്ടിക പുറത്തിറക്കിയിട്ടും 4 മണ്ഡലങ്ങളിൽ BJP ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നില്ല. അതേസമയം കൊല്ലത്ത് നടൻ G. കൃഷ്ണകുമാർ ലോക്സഭാ സ്ഥാനാർത്ഥിയാകും. എറണാകുളത്ത് KS രാധാകൃഷ്ണനെയും ആലത്തൂരിൽ ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലെ മുൻ പ്രിൻസിപ്പലായ N. സരസുവിനെയും സ്ഥാനാർത്ഥികളായി BJP കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിച്ചു. കോൺഗ്രസ് വിട്ട് BJPയിലെത്തിയ എറണാകുളത്തെ സ്ഥാനാർത്ഥി KS രാധാകൃഷ്ണൻ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു.